ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹൃദയം തിരുഹൃദയം വിചിന്തനം നമ്മൾ തുടരുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് തിരുഹൃദയ തിരുനാൾ നമ്മൾ കൊണ്ടാടുകയാണ്. ദിവ്യകാരുണ്യ തിരുനാൾ കഴിഞ്ഞ് വരുന്ന വെള്ളിയാഴ്ചയാണ് തിരുഹൃദയ തിരുനാളായിട്ട് നമ്മൾ കൊണ്ടാടുക. നമുക്കറിയാം, തിരുഹൃദയ ഭക്തി പ്രചരിപ്പിച്ച ഒരു വ്യക്തിയാണ് മേരി മാർഗരറ്റ് അലക്കോക്ക്. ഇവർക്ക് ദൈവം പ്രത്യക്ഷപ്പെടുകയുണ്ടായി. പ്രത്യേകിച്ച് 1673 മുതൽ 75 വരെ യേശു അവർക്ക് പ്രത്യക്ഷപ്പെടുകയും യേശുവിൻ്റെ തിരുഹൃദയം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അതിൽ നിന്നാണ് മേരി മാർഗരറ്റ് അലക്കോക്ക് പറഞ്ഞു കൊടുത്തതനുസരിച്ചാണ് തിരുഹൃദയത്തിൻ്റെ ഫോട്ടോ അത് നമുക്ക് ലഭിക്കുന്നത്. അത് വരച്ചത് ഇവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇനി ആ തിരുഹൃദയത്തിൻ്റെ ഫോട്ടോയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, തിരുഹൃദയം കർത്താവ് തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ഒരു വിരൽ കൊണ്ട് താങ്ങി നിർത്തിയിരിക്കുക. ഇനി അതിൻ്റെ ഞെട്ടിൽ ഒരു കുരിശ് രൂപം കാണാൻ പറ്റും. മാത്രമല്ല, അതിൻ്റെ കടയ്ക്കൽ നിന്ന് അഗ്നിജ്വാലകൾ മുകളിലേക്ക് ഉയർന്ന് ഈ കുരിശിനെ വിഴുങ്ങുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം ആ ഹൃദയത്തെ വലയം ചെയ്തിരിക്കുന്ന ഒരു മുൾമുടിയും നമുക്ക് കാണാൻ പറ്റും. ഇപ്രകാരമുള്ള ഒരു തിരുഹൃദയമാണ് നമുക്ക് പരിചയമുള്ളത് എന്ന് നമുക്കറിയാം. മാർഗരറ്റ് മേരി അലക്കോക്കിന് ദൈവം കൊടുത്ത നിർദ്ദേശമനുസരിച്ചാണ്, യേശുനാഥൻ അവൾക്ക് പറഞ്ഞു കൊടുത്തതനുസരിച്ചാണ് ഈ തിരുഹൃദയ ഭക്തി അത് ജീവിച്ചതും അതുപോലെ തന്നെ ആ തിരുഹൃദയ ഭക്തി അവൾ പ്രചരിപ്പിച്ചത്. നമുക്ക് ഈ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കാം. ഒന്നാമത്തെ കാര്യം, തിരുഹൃദയ ഭക്തിയുടെ വിഷയം എന്താണ് എന്നുള്ളതാണ്. സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ഈ വിശുദ്ധ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. തിരുഹൃദയ ഭക്തിയുടെ വിഷയം എന്ന് പറയുന്നത് ദൈവത്തിന് മനുഷ്യരോടുള്ള അളവറ്റ സ്നേഹം. ഈ തിരുഹൃദയത്തിൽ നമ്മൾ കാണുന്നത് മാംസളമായൊരു ഹൃദയം. മാംസളമായ ഈ ഹൃദയം പ്രതിനിധാനം ചെയ്യുന്നത് ദൈവത്തിന് മനുഷ്യരോടുള്ള അളവറ്റ സ്നേഹമാണ്. നമ്മൾ കാണുന്നുണ്ട്, ജെറമിയ 31:3 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം അനന്തമാണ്, നിങ്ങളോടുള്ള വിശ്വസ്തത അചഞ്ചലവുമാണ്. പറയുന്നുണ്ട്, പരമപ്രധാനമായൊരു കാര്യം, തിരുഹൃദയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്, ദൈവത്തിന് എന്നോടുള്ള സ്നേഹം അനന്തമാണ്, മനുഷ്യകുലത്തോടുള്ള സ്നേഹം അനന്തമാണ്. അതാണ് ഈ മാംസള ഹൃദയത്തിലൂടെ ദൈവം വെളിവാക്കിയിരിക്കുന്നത്. രണ്ടാമതൊരു കാര്യമുണ്ട്, സ്നേഹത്തോടൊപ്പം തിരുഹൃദയം പ്രതിനിധാനം ചെയ്യുന്ന മറ്റു 2 കാര്യങ്ങളുണ്ട്. ഒന്ന് വിശുദ്ധി, രണ്ടാമത്തേത് കരുണ. നമ്മൾ കാണുന്നുണ്ട്, ലേവ്യരുടെ പുസ്തകം 19-ാം അധ്യായം 2-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ പരിശുദ്ധനാണ്. ദൈവം പറയുകയാണ്, ഞാൻ പരിശുദ്ധനാണ്, അതുകൊണ്ട് എൻ്റെ മക്കൾ പരിശുദ്ധരായിരിക്കണം. ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിക്കുന്നത് ആ ജീവിത വിശുദ്ധിയിലേക്കാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 5:19 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധി അജയ്യമായ ഒരു പരിചയമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സംരക്ഷണം നമുക്ക് ലഭിക്കും നാം ജീവിത വിശുദ്ധിയിൽ വ്യാപരിക്കുമ്പോൾ. മൂന്നാമതൊരു കാര്യം കൂടി നമ്മൾ കാണുന്നുണ്ട്, അതാണ് ദൈവത്തിൻ്റെ കരുണ. ഈ കരുണയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്, ദൈവകരുണ. ജെറമിയ 31:20 വചനം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നിന്നോടുള്ള കരുണ നിസ്സീമമാണ്. നിസ്സീമമായ കരുണയുള്ളവനാണ് നമ്മുടെ ദൈവം. എങ്കിൽ പ്രിയപ്പെട്ടവരെ, അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഇക്കാര്യങ്ങൾ അനുകരിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് ദൈവമക്കളായ നമ്മൾ ഓരോരുത്തരും. നമുക്ക് ഒരു മാംസള ഹൃദയമുണ്ടാകണം. ജെറമിയ 36:25 മുതൽ വായിക്കുമ്പോൾ, ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, എല്ലാ മാലിന്യങ്ങളിൽ നിന്നും ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കും. ഒരു മാംസള ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കൽപ്പനകൾ പാലിക്കാൻ എളുപ്പമാകും. പറയുന്നുണ്ട്,
ഈ ഒരു കാര്യം ഏറ്റെടുക്കേണ്ടവരാണ് ദൈവമക്കളായി നമ്മൾ ഓരോരുത്തരും. രണ്ടാമത്തെ കാര്യം നമുക്കറിയാം, വിശുദ്ധി. 1 പത്രോസ് 1-ാം അധ്യായം 15-16 വചനങ്ങൾ പറയുന്നുണ്ട്, ദൈവം പരിശുദ്ധനായതുകൊണ്ട് ദൈവമക്കളായി നമ്മളും പരിശുദ്ധരായിരിക്കണം. മൂന്നാമത്തെ കാര്യമാണ് കരുണ. നമുക്ക് മത്തായിയുടെ സുവിശേഷം 18:33 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളോട് കരുണ കാണിച്ചതുപോലെ നിങ്ങളും കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ. യാക്കോബ് ശ്ലീഹ 2:13, കാരുണ്യരഹിതരുടെ മേൽ കാരുണ്യരഹിതമായ വിധി ഉണ്ടാവും. നമ്മുടെ ദൈവത്തിൽ, പ്രത്യേകിച്ച് തിരുഹൃദയത്തിൽ നമ്മൾ കാണുന്ന ഈ നല്ല കാര്യങ്ങൾ ഒപ്പിയെടുത്ത് ജീവിക്കുവാൻ ദൈവത്തിൻ്റെ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളിന്ന് കോമൺ നിയോഗമായിട്ട് വയ്ക്കുന്നത് ദുർമരണം വരിച്ചവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും കർത്താവിൻ്റെ കരുണ ലഭിക്കുന്നതിന് നമ്മെ കർത്താവിൻ്റെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം. ഏറ്റവും പരിശുദ്ധമായ ഈശോയുടെ തിരുഹൃദയമേ, എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും അങ്ങയുടെ തിരുഹൃദയത്തിൽ ഞങ്ങളെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ പാപങ്ങൾ മൂലം കുത്തിത്തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളെയും ഓർത്ത് ഞങ്ങൾ പശ്ചാത്തപിച്ച് ഞങ്ങളുടെ എളിയ ഹൃദയത്തെ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. നല്ല ഈശോയെ, അങ്ങേക്ക് വേണ്ടി ജീവിക്കാനും അങ്ങേപ്പോലെ എളിമയും ക്ഷമയും അനുസരണവും ഉള്ളവരാകാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തിരുഹൃദയ ഭക്തർക്ക് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഈശോയുടെ മധുരമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെ ആക്കണമേ. ആമേൻ. ഏതാനും നിമിഷങ്ങൾ നിശബ്ദതയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും അവിടുന്ന് സമർത്ഥമായി അനുഗ്രഹിക്കണമേ. അവിടുത്തെ തിരുഹൃദയത്തിൽ ഞങ്ങളെ സംരക്ഷിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.